എൻ്റെ പേര് അഖി. ഞാൻ MTech കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മെയിനായിട്ട് എനിക്ക് നിർബന്ധം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിലോട്ട് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം എങ്ങനെയെങ്കിലും PSC ക്രാക്ക് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഏറ്റവും ഡ്രീം ആയിട്ടുള്ളത്. അപ്പം ഏറ്റവും നിർബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കോച്ചിങ്ങിന് പോകണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ എനിക്ക് എറണാകുളമാണ് എൻ്റെ സ്ഥലം. അപ്പോൾ വീടിനടുത്തുള്ള കോച്ചിങ് സെൻറ്ററിലൊക്കെ പോകാൻ ഒരുപാട് നിർബന്ധം ഉണ്ടായി. പക്ഷേ ഞാൻ കമ്പൽസറി ആയിട്ട് എനിക്ക് ഇവിടെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് അതും തിരുവനന്തപുരം സെൻറ്ററിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം ഞാൻ ഇവരുടെ ഓൺലൈൻ ക്ലാസ് സിവിലിയൻസിൻ്റെ ഓൺലൈൻ ക്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ തന്നെ ക്ലാസ്സിലൊക്കെ അത്രയും നല്ല ഫോർമാറ്റിലാണ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ വന്നത്. പിന്നെ എനിക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് BTechന് പഠിക്കുമ്പോൾ പോലും നമുക്ക് ആ ഒരു ബേസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. ബേസിൽ നിന്നാണ് ഓരോ ടീച്ചേഴ്സും ഓരോ സബ്ജക്റ്റും നമുക്ക് ബേസിൽ നിന്നാണ് കിട്ടുന്നത്, ബേസിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. മെൻറ്റർ എനിക്ക് അക്ഷയ് സാറാണ് മെൻറ്റർ. സാറ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ഒക്കെ ചെയ്യും. സാറ് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ടെൻഷൻ, ശരിക്കും എനിക്കൊക്കെ നല്ല ടെൻഷനുള്ള ഒരാളാണ്. അതായത് എങ്ങനെ തീർക്കാൻ പറ്റൂ, ഇത്ര സമയം ഇപ്പോൾ കുറേ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, ആ ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റുമോ, പിന്നെ എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവിങ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെയാണ് വേണം, ഏത് രീതിയിൽ അത് ട്രൈ ചെയ്യണം എന്നൊക്കെ സാറ് നമുക്ക് ഉപദേശങ്ങളൊക്കെ തരാറുണ്ട്. പിന്നെ ഞാനിവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ സാധാരണ ഞാൻ മുന്നേയും കോച്ചിങ്, അതായത് +2 കഴിഞ്ഞിട്ട് എൻട്രൻസിൻ്റെ കോച്ചിങ്ങൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ ഏറ്റവും വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് മെൻ്റലി ഉള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതായത് പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ഹോസ്റ്റലിലുള്ള അറ്റ്മോസ്ഫിയറൊക്കെ. അപ്പം സാധാരണ ഞാൻ മുന്നേ പോയിട്ടുള്ള ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വെച്ച് പറഞ്ഞാൽ അവിടെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പ്രഷർ ഭയങ്കരമായിരിക്കും. അതായത് അണ്ടർ പ്രഷറിൽ ഇന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ടീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാവരും, ബാക്കി ഫ്രണ്ട്സും എല്ലാവരും പരസ്പരം ഭയങ്കര കോപ്പറേറ്റീവാണ്. അതായത് എല്ലാവരും നല്ല സഹകരിച്ചാണ് പഠിക്കുന്നത്. ടീച്ചേഴ്സ് ആണെങ്കിൽ അതുപോലെ നല്ല കൂട്ടുകാരെ പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും എല്ലാം വില്ലിങ് ആണ്. അപ്പം അതൊക്കെ തന്നെ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ കുറച്ച് നമ്മൾ ഫ്രീ ആവും. പ്രത്യേകിച്ചും വീട്ടിൽ നിന്നൊക്കെ ദൂരെ മാറി നിൽക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് ഏറ്റവും ഞാൻ ഇവിടെ കണ്ടതിൽ വെച്ച് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കൂളായിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇവിടെ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്.